ലാവ എന്ന ബ്രാൻഡിന്റെ ലാവ യുവ സ്റ്റാർ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലാവ യുവ സ്റ്റാർ എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആയിരിക്കും ഈ ഫോണിൽ വരിക. 6.52 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ഇതിൽ വന്നേക്കാം. ഫുൾ HD റെസൊല്യൂഷൻ വരാൻ ചാൻസ് ഇല്ല. LCD പാനലുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് ഇതിൽ വരുന്നതായിരിക്കും. പഞ്ച് ഡിസൈൻ ഇതിൽ വരാൻ ചാൻസ് ഇല്ല. പിന്നെ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മാത്രമായിരിക്കും ഈ ഫോണിൽ വരിക. വിലയും അതിനനുസരിച്ചിട്ട് തന്നെ വരാനാണ് സാധ്യത. ഒരു 7,000-8,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ടായിരിക്കും ഈ ഫോണിന്റെ വില വരിക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് തിരക്കില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് എന്ന് പറയാവുന്നതാണ്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ യൂണി SoC T750 എന്നുള്ള പ്രോസസറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇത് തിരക്കേടില്ലാത്ത ബേസിക് ആയിട്ടുള്ള ഒരു പ്രോസസറാണ്. ഇപ്പം 7,000-8,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസർ എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. മാക്സിമം 4G സപ്പോർട്ടായിരിക്കും ഇതിൽ വരിക. 5G സപ്പോർട്ട് ഇതിൽ വരില്ല. പിന്നെ ബേസ് വേരിയന്റിൽ 4GB റാമും 64GB ഇന്റേണലും വന്നേക്കാം. 4GB റാമും 128GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷൻ വരുന്നതായിരിക്കും. വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നതായിരിക്കും. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 4GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഇതിൽ സിംഗിൾ സ്പീക്കർ വരാനാണ് ചാൻസ്. പിന്നെ 3.5 ഓഡിയോ ജാക്കും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്വൽ ക്യാമറ സെറ്റപ്പ് വന്നേക്കാം. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറും അതുപോലെ തന്നെ 2 മെഗാ പിക്സൽ ഒരു സെൻസറും വരുന്നതായിരിക്കും. ഫ്രണ്ടിൽ 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വന്നേക്കാം. അപ്പം തിരക്കില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷനും ഇതിൽ വരുന്നതായിരിക്കും. ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററി ഇതിൽ വരുന്നതായിരിക്കും. ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ 10 വാട്ടിന്റെ ചാർജിങ് സ്പീഡ് ആയിരിക്കും ഈ ഫോണിൽ വരിക. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതൊരു പ്രശ്നമായിട്ട് പറയാനും പറ്റില്ല. ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നല്ലൊരു കാര്യം എന്ന് പറയാം, അത്രേ ഉള്ളൂ. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ തിരക്കില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞു ഈ ഫോണിന്റെ വില 7,000-8,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് വന്നേക്കാം എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. 7,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം തിരക്കില്ലാത്ത നല്ല ഫീച്ചേഴ്സ് ആണ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. ഇനി ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും അടുത്ത് തന്നെ ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും ലാവയുടെ ലാവ യുവ സ്റ്റാർ 4G എന്ന പുതിയൊരു ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഫീച്ചേഴ്സുമായിട്ട് വരുന്ന സ്മാർട്ട് ഫോൺ നിങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.